10-25 വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് കമ്മീഷൻ ബോധ്യപ്പെട്ട് നടപടികൾ ഒരു തെറ്റുകാരെയും മാറ്റി സംരക്ഷിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കാർക്കുമില്ല. ഞങ്ങൾ ഇതിനകത്ത് ഇരകളോടൊപ്പമാണ്. അവർക്ക് നീതി കിട്ടണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവർ നീതി ബോധത്തോടെ പ്രവർത്തിക്കാൻ കമ്മീഷൻ തയ്യാറാകണം. ഇവിടെ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്തണം. അത് ഗവൺമെൻറ് ചുമതല കൂടിയാണ്. അപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്ന ശേഷം സർക്കാർ ഫലപ്രദമായി പ്രവർത്തിക്കാത്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങളെല്ലാം. അതുകൊണ്ട് മുകേഷ് തെറ്റിയായിട്ടുണ്ടെങ്കിൽ മുകേഷ് ശിക്ഷ വാങ്ങിയേ മതിയാകൂ. അതിന് ആരെയും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ കമ്മീഷൻ ശക്തമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ല, അതല്ല, ഇപ്പം അന്വേഷണം നടക്കുമല്ലോ, കമ്മീഷനെ വെച്ച് കഴിഞ്ഞല്ലോ. അല്ല, അങ്ങനെ പലതരത്തിലുള്ള എല്ലാ ആവശ്യങ്ങളും സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ അവർ കുറ്റക്കാർ SIT വെച്ചിട്ടുള്ളൂ. SITയുടെ മുന്നിൽ വരട്ടെ. പിന്നെ മാറി നിൽക്കണോ ഒക്കെ ധാർമ്മികമായി ഓരോരുത്തരും സ്വീകരിക്കേണ്ടതായിട്ടുള്ള ഒന്നാണ്. ധാർമ്മികമായി ആയിട്ടുള്ള കാര്യങ്ങളിൽ അവർ നടപടി സ്വീകരിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ല, അതാ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഒരാൾ ആരോപണം ഉന്നയിക്കുന്നത് കൊണ്ട് മാത്രം അല്ലല്ലോ, അതിനെ തെളിയിക്കപ്പെടുകയോ വേണമല്ലോ. ഇനി അത് വരട്ടെ. അതുകൊണ്ട് അത് തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. ഇന്ന് സിനിമാ രംഗത്തുണ്ടായിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധി മാറേണ്ടത് ഏറ്റവും ആവശ്യമാണ്. സിനിമാ രംഗത്ത് ഇല്ല, അവരെല്ലാം സംശയത്തിന് നിർത്തുന്നത് ശരിയല്ല. കാരണം മലയാള സിനിമ ലോകോത്തര സിനിമയാണ്. ലോകത്തിന് തന്നെ ഒത്തിരി മാതൃകകൾ സൃഷ്ടിച്ചിട്ടുള്ളതാണ് മലയാള സിനിമ. അപ്പോൾ ആ സിനിമ ഇൻഡസ്ട്രി കൂടിയാണ്. ആ ഇൻഡസ്ട്രിയെ തകർക്കുന്ന നിലയിലേക്ക് നമുക്കാരും മുന്നോട്ട് പോകുന്നത് ശരിയല്ല. ഏതാ സ്വാഭാവികമായി മാറേണ്ടി വരുമല്ലോ. സ്വാഭാവികമായി ആ കമ്മിറ്റിയിൽ അദ്ദേഹത്തിന് മാറേണ്ടി വരും, അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റേണ്ടി വരും. അതിലൊന്നും ഒരു സംശയവും അല്ല, അത് മാറേണ്ടി വരുമല്ലോ, ആർക്കും സംശയമില്ല. ആ ന്യായരൂപീകരണ സമിതിയിൽ ഇനി അദ്ദേഹത്തിന് എങ്ങനെ ഇരിക്കാൻ പറ്റും? ഇരിക്കാൻ കഴിയില്ല.